എനിക്കൊരു വേദനാജനകമായ കാര്യമാണ്. എൻ്റെ അവസാനം ഞാൻ ഇവിടുന്ന് എത്രയോ ആളെ കൊണ്ട് ഇനി എത്ര കൊണ്ടുപോകാനിരിക്കുന്നത്, ഞാനും പോകാനിരിക്കുക. അപ്പോൾ എനിക്ക് ഇവിടുന്ന് തന്നെ പോകണം നിർബന്ധമുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഈ സ്റ്റാൻഡ് എടുത്ത് മാറ്റണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നോട്ടീസോ കാര്യങ്ങളോ ഒന്നും തരാണ്ട് ഒരു സുപ്രഭാതത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെങ്ങനെയാണ് ഈ സ്റ്റാൻഡ് എടുത്ത് മാറ്റുക? ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ആംബുലൻസ്, ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഇത് ജീവൻ രക്ഷാ വാഹനമാണ്. കണ്ണൂർ തളാപ്പ് AKG ആശുപത്രിക്ക് മുന്നിൽ നിരവധി ആംബുലൻസുകൾ പാർക്ക് ചെയ്യുന്നുണ്ട്. വർഷങ്ങളായി ഈ സ്ഥിതി ഇവിടെ തുടരുകയാണ്. എന്നാൽ ഇവിടെ ആംബുലൻസുകൾ പാർക്ക് ചെയ്യുന്നത് രൂക്ഷമായ ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നു എന്നാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ആംബുലൻസുകളെല്ലാം തന്നെ ഇവിടെ നിന്നും നീക്കണം എന്നാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി നിർദ്ദേശിച്ചത്. കണ്ണൂർ കോർപ്പറേഷൻ്റെ കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ 30 വർഷമായി AKG ആശുപത്രിക്ക് മുന്നിൽ ഈ ആംബുലൻസ് പാർക്കിംഗ് ഉണ്ട്. ഇതുവരെ ഒരു തരത്തിലുള്ള പ്രയാസവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഡ്രൈവർമാർ പറയുന്നത്. നമ്മളോടൊപ്പം ഈ സ്റ്റാൻഡിൻ്റെ അതിൻ്റെ കൂട്ടായ്മയുടെ പ്രസിഡന്റ് വിശാൽ ചേരുകയാണ്. വിശാൽ, എന്താണ് ഇപ്പോൾ നൽകിയിട്ടുള്ള നിർദ്ദേശം? ഇത് ആംബുലൻസ് ഇവിടെ നിന്ന് മാറ്റണം എന്ന കർശന നിർദ്ദേശം തന്നെയാണോ നൽകിയിട്ടുള്ളത്? അതെ, ഇത് മേയർ ഇടപെട്ടുകൊണ്ട് ട്രാഫിക് സ്റ്റേഷനിൽ പറഞ്ഞ് ട്രാഫിക് SI ഇവിടെ വന്നിരുന്നു. അപ്പോൾ സാറ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് പറയുകയാണ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഈ സ്റ്റാൻഡ് എടുത്ത് മാറ്റണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നോട്ടീസോ കാര്യങ്ങളോ ഒന്നും തരാണ്ട് ഒരു സുപ്രഭാതത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെങ്ങനെയാണ് ഈ സ്റ്റാൻഡ് എടുത്ത് മാറ്റുക? അതിനൊരു ബദൽ സംവിധാനം നമുക്ക് ആക്കി തന്നതിന് ശേഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഇവിടുന്ന് ഈ സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 8ഓളം ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് ആക്സസബിളായിട്ട് പോകാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ സ്റ്റാൻഡ്. ഇതൊരു 10-30 വർഷമായിട്ട് ഇത് തുടർന്നു പോകുന്ന ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ ഇവിടുന്ന് പോകാനാണ് നമുക്ക് സൗകര്യം. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മാറ്റാൻ സൗകര്യക്കുറവുണ്ട് കുറച്ച്. അപ്പോൾ അത് നമ്മൾ മേയറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ മേയർ സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് മേയർ പറഞ്ഞു നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും, ഓണം വരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, അത് ഞാൻ നിർദ്ദേശം കൊടുക്കുക, ഓണം വരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, അപ്പോൾ അതിന് ശേഷം നമുക്ക് തീരുമാനം എടുക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ പെട്ടെന്ന് ഇന്ന് രാവിലെ വന്നിട്ട് പറയുകയാണ് എടുത്തു മാറ്റിക്കോ, ഇല്ലെങ്കിൽ നമ്മൾ ഫൈൻ ചെയ്തും വണ്ടിക്ക് ഇവിടെ വെക്കുക, ഒരു കാരണവശാലും വെക്കാൻ പാടില്ല എന്നാണ് സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സ്ഥലവും നിർദ്ദേശിച്ചിട്ടില്ല? ഇല്ല, ഒരു തരത്തിലും നിർദ്ദേശിച്ചിട്ടില്ല. നമുക്ക് എല്ലാ സ്ഥലത്തും പോകാൻ പറ്റിയ രീതിയിൽ ഉള്ളൊരു സ്ഥലമാണെങ്കിൽ നമ്മൾ ഓക്കെ, അത് അംഗീകരിക്കും, ഓക്കെ, നമ്മൾ റെഡിയാണ്. പക്ഷേങ്കിൽ പെട്ടെന്ന് വന്ന് പറഞ്ഞാൽ നമുക്കത് നടക്കുന്ന കാര്യമല്ലല്ലോ. ഒരു സുപ്രഭാതത്തിൽ ഇത്രയും എത്ര ആംബുലൻസുകളുണ്ട് ഇപ്പോൾ ഇവിടെ? ഏകദേശം ഒരു 10-16 ആംബുലൻസുകൾ ഇവിടെ ഉള്ളതാണ്. അത് വന്നും പോയി കൊണ്ട് നിൽക്കുന്നതാണ്. അപ്പോൾ മേയർ പറഞ്ഞ ആ നിർദ്ദേശം അനുസരിച്ചിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഈ ട്രാഫിക് പരിഹാരം വെച്ചാൽ മുന്നിൽ മാത്രം വണ്ടി വെച്ച് ബാക്കി സൈഡിൽ ചെറിയ വണ്ടികൾ വെച്ചിട്ട് അധികം ബ്ലോക്ക് ഇല്ലാത്ത രീതിയിൽ നമ്മളിവിടെ നിന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും സഹായം ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അവർ തിരിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇപ്പോൾ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനം എടുത്തിട്ടുണ്ട് ഇത് മാറ്റണം എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി എടുത്ത ഒരു തീരുമാനം അത് നടപ്പാക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? അതിപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു ഭാവിയിൽ ഇനി നമുക്ക് ഇരുന്ന് ആലോചിക്കേണ്ടതായിട്ട് വരും എന്നാണ് അടുത്തത് ചെയ്യാൻ പറ്റുന്നത്. കാരണം വെച്ചാൽ പെട്ടെന്ന് മാറ്റം പറഞ്ഞാൽ നമ്മളൊരു തീരുമാനം ഇവിടെ ഈ പരിസരത്ത് തന്നെ മറ്റെന്തെങ്കിലും ബദൽ സംവിധാനം ഒരുക്കാനുള്ള നിർദ്ദേശം നിങ്ങളുടെ ഭാഗത്തുണ്ട്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ രാജേന്ദ്ര പാർക്കിൻ്റെ സൈഡിലായിട്ട് ഒരു സ്ഥലം അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അതൊന്ന് നമുക്ക് ക്ലിയർ ആക്കി തന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വണ്ടി വെക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അത് പറഞ്ഞാൽ അവർ പറഞ്ഞു അത് വേറൊരു പാർട്ടിക്ക് നമ്മൾ കോൺട്രാക്റ്റ് കൊടുത്തിട്ടാണ് ഉള്ളത്. അപ്പോൾ അത് അങ്ങനെയൊന്നും തരാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് അവർ നിർദ്ദേശം തന്നിട്ടുള്ളത്. ആംബുലൻസ് നമ്മൾ എപ്പോഴും ഒരു പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു മേഖല കൂടിയാണ്. അത്തരത്തിലുള്ളൊരു പരിഗണന നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളതാണോ പരാതി? അതെ, തീർച്ചയായും കിട്ടിയില്ല. സാധാരണ നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആംബുലൻസാണ്, അവശ്യ സർവീസാണ്. അപ്പോൾ അവശ്യ സർവീസ് പെട്ടെന്ന് എല്ലാ സ്ഥലത്തും എത്താൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സ്റ്റാൻഡ് ഉള്ളത്. അപ്പോൾ അത് പെട്ടെന്ന് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ തീരുമാനം എന്നുള്ളതെന്ന് വെച്ചാൽ തൽക്കാലം ഇവിടെ തന്നെ തുടരാനാണ്. ഭാവിയിൽ ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആലോചിച്ച് തീരുമാനം എടുക്കും. എങ്ങനെയാണ് ഇങ്ങനെ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞാൽ എവിടെ പോകും? രാത്രി കാലങ്ങളിൽ ഞങ്ങൾ എപ്പോൾ ഇവിടെ ഒരു 3 വണ്ടി ഉണ്ടാവും, 3 ഡ്രൈവർമാർ. നമ്മുടെ നിർദ്ദേശം കാരണം നമ്മൾ ഈ ചുറ്റുപാടിൽ എന്തെങ്കിലും ആംബുലൻസോ കാര്യങ്ങളോ കിട്ടാതിരിക്കുമ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ടാണ് നമ്മൾ ആംബുലൻസ് പിടിക്കുക. അപ്പോൾ എപ്പോഴും നമ്മളിവിടെ ഒരു 3 വണ്ടി രാത്രി ഉണ്ടാവും. അപ്പോൾ ആ രാത്രിയുള്ള സമയത്ത് ഈ ജനങ്ങൾ നമ്മൾ സേവിക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ആംബുലൻസ്, ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഇത് ജീവൻ രക്ഷാ വാഹനമാണ്. അപ്പോൾ ഇങ്ങനെ ഇത് എടുത്തിട്ട് കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ ഇത് ജനങ്ങൾ അറിയണത്, ഇത് ജനങ്ങളാണ് ഇതിനെ പ്രതിഷേധിക്കേണ്ടത്, നമ്മളല്ല, ജനങ്ങൾ പ്രതിഷേധിക്കണം. അപ്പോൾ ഇനിയെന്താ ഒരു ബദൽ മാർഗം? ബദൽ മാർഗം എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത് ഈ പാർക്കിൻ്റെ ആ കാര്യങ്ങൾ പറഞ്ഞു, അത് നടപ്പാക്കാൻ ബുദ്ധിമുട്ട് എന്താണ് പറയുന്നത്? അത് പിന്നെ
ഇവിടുന്ന് അവർ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവർ നമ്മളെ ഇന്നലെ മിനിഞ്ഞാന്ന് അവിടുന്ന് ഒഴിവാക്കി വിട്ടു. പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ സംസാരിച്ചിരുന്നോ? ഇല്ല, ആശുപത്രിയായിട്ട് നമുക്ക് ഒരിക്കലും സംസാരിക്കാൻ കഴിയില്ല. കാരണം ഈ AKG ആശുപത്രിയിലോ കൊലി ആശുപത്രിയിലോ അവർക്കൊക്കെ വണ്ടിയുണ്ട്. അവരവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഏകദേശം എന്ന് വെച്ചാൽ ഈ ചുറ്റുപാടുള്ള ഹോസ്പിറ്റലുകളിൽ പല ആംബുലൻസുകളും കാണിക്കാൻ വേണ്ടി പല ദൂരത്തു നിന്ന് വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ അവർ ഇവിടെയാണ് പാർക്ക് ചെയ്യുക. അപ്പോൾ അവരോട് പോലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിവിടെ വെക്കരുത്, നിങ്ങൾ ആശുപത്രിൻ്റെ ഉള്ളിൽ തന്നെ വെക്കണം. കാരണം നമ്മൾ ഈ ട്രാഫിക് വൽക്കരണമായതുകൊണ്ട് നമ്മൾ എല്ലാവരോടും അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാ ഡ്രൈവർമാരും നമ്മളെല്ലാവരും ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് അവരാരും ഇവിടെ വെക്കലില്ല. ഇപ്പോൾ നേരത്തെയൊക്കെ ഈ ഇങ്ങോട്ടേക്ക് കണ്ണൂർ ഭാഗത്തേക്ക് വരുന്ന ഈ ഭാഗം 1 വേ ആയിരുന്നല്ലോ, അത് ഇപ്പോൾ അത് 2 വേ ആയതുകൊണ്ടും ആണോ ഇവിടെ ഒരു ബ്ലോക്കിലേക്ക് പോയത്? അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നേരത്തെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. ആ ബോർഡ് എന്ന് വെച്ചാൽ വാഹനങ്ങൾ ഇങ്ങോട്ട് വരില്ല, ഇന്നിങ്ങോട്ടേ പോകും. അപ്പോൾ അത് എടുത്ത് മാറ്റിയതിന് ശേഷം ഇപ്പോൾ ഒരു ചെറിയൊരു ബ്ലോക്ക് പോലെ ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതിവിടെ നമുക്ക് ഒരു പ്രശ്നങ്ങളില്ല. 1 വേ ആക്കിയാൽ പ്രശ്നം തീരും. അങ്ങനെ ഒരു നിർദ്ദേശം നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മൾ ആ ഒരു അവരാ ആഭ്യന്തര കാര്യത്തിൽ നമ്മൾ ഇടപെട്ടിട്ടില്ല. നമുക്ക് നമ്മളേതായ കാര്യങ്ങൾ ഇപ്പോൾ സംസാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ ആംബുലൻസ് എന്തായാലും ആ തീരുമാനം ഇപ്പോൾ നിങ്ങൾ അംഗീകരിക്കില്ല. ഇല്ല, കാരണം നമ്മുടെ വീട്ടിലേക്കല്ല ഇത്, ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്കുള്ളതാണ് ആംബുലൻസ്. അത് ജനങ്ങളൊന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്കേണ്ടതാണ് എങ്ങനെയാണെന്നുള്ളത്. കോർപ്പറേഷനും ഇവിടുത്തെ ട്രാഫിക് പോലീസും തീരുമാനിച്ചുകൊണ്ട് നമുക്ക് നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് പോകാൻ തയ്യാറാണ്. പക്ഷേ നമുക്ക് ബദൽ സംവിധാനം ഇവർ തരുന്നില്ല. നമുക്കൊരു ബദൽ തരണ്ടേ? ബദൽ തന്നാലേ നമുക്കൊരു ഇത് ഈ ആംബുലൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കളക്ടറാണ് നോക്കുന്നതെന്നാണ് പറയുന്നത്. റെഡ് ക്രോസിൻ്റെ ആംബുലൻസ് ഉൾപ്പെടെ ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചെയർമാൻ കളക്ടറാണ്. അപ്പോൾ നിങ്ങൾ കളക്ടറെ ബന്ധപ്പെട്ടിരുന്നോ? ഇല്ല, കളക്ടറെ നമ്മൾ ബന്ധപ്പെടാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ ആദ്യം താഴെ കെട്ടുന്ന ഈ തീരുമാനം ആയിട്ടില്ലെങ്കിൽ നമ്മൾ കളക്ടർ മുന്നേ പോകേണ്ട തീരുമാനത്തിലേക്കാണ് പോകുന്നത്. ഇതിപ്പോൾ ഈ താഴെ കെട്ടുന്ന ഇവരൊരു തീരുമാനത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ കളക്ടറായിട്ട് ബന്ധപ്പെടും. കണ്ണൂരിൽ AKG ആശുപത്രി ആരംഭിച്ചത് 1975-ലാണ്. ആ സമയം മുതൽ ഇവിടെ ആംബുലൻസിൻ്റെ സർവീസുമുണ്ട്. അത് അന്ന് ആദ്യം തുടക്കത്തിൽ ആംബുലൻസ് ഇവിടെ സർവീസ് നടത്തുന്നതിന് വേണ്ടി അതിൻ്റെ ഡ്രൈവറായ ദിവാകരൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, അന്ന് മുതൽ, അതായത് 1975 മുതൽ ഇവിടെ ആംബുലൻസ് ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അന്ന് മുതൽ വർക്ക് ചെയ്യുന്നുണ്ട്. അന്ന് പ്രൈവറ്റ് വണ്ടിയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് രാത്രി AKGക്ക് ഒരു വണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രി കാലങ്ങളിൽ ഡോക്ടർമാരെയും ബാക്കിയുള്ള സ്റ്റാഫിനെയും കൊണ്ടുവരാൻ വേണ്ടി പുറത്തുള്ള വണ്ടി വിളിച്ചിട്ട് ഓടുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അന്ന് ഞങ്ങൾ രാത്രി 24 ഹവേഴ്സും നിന്നുകൊണ്ട് ഞങ്ങൾ ഈ സർവീസ് നടത്താറ്. അത് നടത്തി കഴിഞ്ഞ ശേഷം ഞാൻ ഇപ്പോൾ ഉള്ളത് റെഡ് ക്രോസ് വണ്ടീൻ്റെ അകത്താണ്. 15 വർഷമായി റെഡ് ക്രോസ് വണ്ടി ഇവിടെ വെക്കുന്നത്. ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള ഒരു അഫിലിയേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. അത് ഞാൻ 15 വർഷമായി ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്, ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങളായി വളരെ വൈകോട്ട് വെച്ച് ഈ പ്രശ്നം കൊണ്ട് വണ്ടി വൈകോട്ട് വെച്ച് നിൽക്കുകയാണ്, ഓടാൻ കൂട്ടാക്കാത്തത്. കാരണം ബാക്കിയുള്ള കുട്ടികൾക്കും കൂടെ വലിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഈ MVK വന്നതിന് ശേഷം മാത്രമാണ് ഇവിടെ ഇങ്ങനെ റോഡിൻ്റെ പ്രോബ്ലം വരുന്നത്. അവരോട് റോഡിൻ്റെ മേലേക്ക് വണ്ടി കയറ്റി വെക്കാതെ കുറച്ച് ഉള്ളോട്ട് കയറ്റി, ബാക്കിൽ പാർക്കിംഗ് സൗകര്യമുണ്ട്, അവരവിടെ വെക്കാതെ പുറത്ത് വെച്ച് ഇവിടെ ബ്ലോക്കാകുന്നതിനെ കൊണ്ട് ആ സമയം മുതൽ ഞാൻ ഇത് ഇട്ടിട്ട് ഇവിടുന്ന് ട്രാഫിക് നിയന്ത്രിക്കുന്നുണ്ട്. ഇവിടെ പോലീസുകാർ ബ്ലോക്കാക്കി കഴിഞ്ഞാലും അവരെ വണ്ടി മാറ്റി വെച്ചിട്ടും നമുക്കിവിടെ വരുന്ന ബ്ലോക്ക് നിയന്ത്രിക്കാൻ ഞാൻ നടുവിൽ നിന്നുകൊണ്ട് റൈറ്റ് സൈഡിലെ റോഡ് നിയന്ത്രിക്കാൻ വേണ്ടി ഈ കുപ്പായിട്ട് ഇവിടെ നിന്നുകൊണ്ട് നിയന്ത്രിക്കുന്നുണ്ട് ഞാൻ. പക്ഷേ എനിക്കിപ്പോൾ ഈ പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണം, ഇത്രയും കൊല്ലത്തിലിടയ്ക്ക് 51 വർഷത്തിൽ മാറ്റണം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വേദനാജനകമായ കാര്യമാണ്. എൻ്റെ അവസാനം ഞാൻ ഇവിടുന്ന് എത്രയോ ആളെ ഇനി എത്ര കൊണ്ടുപോകാനിരിക്കുന്നത്, ഞാനും പോകാനിരിക്കുക. അപ്പോൾ എനിക്ക് ഇവിടുന്ന് തന്നെ പോകണം നിർബന്ധമുണ്ട്. ഒരു കാരണവശാലും എന്ത് തന്നെ സംഭവിച്ചാലും ഞങ്ങളെ മാറ്റാനുള്ള ബാക്കിയുള്ള കൂട്ട സൗകര്യം കൂടെ നോക്കിക്കൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു റോഡ് ബ്ലോക്കാക്കാനോ വാഹനം തടസ്സപ്പെടുത്താനോ അല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ സേവനം ചെയ്യാനാണ്. അത് പൊതുസേവനമാണ്. പൊതുസേവനം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫ്രീ സേവനത്തിൻ്റെ അത് ജീവിക്കുന്ന കൂട്ടത്തില്ല. നമ്മൾ സ്വന്തം കൈമെന്ന് പൈസ എടുത്തിട്ടാണ് ഈ സേവനം. ഇതിൻ്റെ അകത്ത് വാടക കുറവാണ്, വാടകയില്ല. ഈ വണ്ടീൻ്റെ അകത്ത് പെട്ടെന്ന് ഇവിടുന്ന് ഒരു ഹോസ്പിറ്റലിൽ വിളിച്ച് കൊണ്ടാക്കണം, അവർ സാമ്പത്തികമില്ല എന്ന് പറഞ്ഞാൽ കൊണ്ടാക്കുന്ന രീതിയാണ് നമ്മളത്. ബാക്കിയെല്ലാവരും പകുതി പൈസയെങ്കിലും വാങ്ങുന്നത്, ഞാൻ അതും കൂടെ വാങ്ങാതെ കൊണ്ടാക്കുന്ന ഒരു പൈസ. അടുത്ത കാലത്തായിട്ട് ഇപ്പം ഒരു 5 ദിവസം മുമ്പേ ആയുർവേദ ആശുപത്രിയിൽ നിന്ന് ഒരു സാമ്പത്തികമില്ലാതെ തമിഴ്നാട്ടിലൊരു ടീം വന്ന് അവർക്ക് ഗവൺമെൻറ് ആശുപത്രി ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി യാതൊരു പൈസ ഇല്ലാത്ത അവസ്ഥയിൽ പ്രീത മാഡം വിളിച്ച് പറഞ്ഞിട്ട് ഞാനിവിടെ കൊണ്ടാക്കിയതാണ്. അത്രയും സേവനം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലപ്പുറം സേവനം ചെയ്യാൻ അത് ബുദ്ധിമുട്ടാക്കുന്ന നമ്മൾ സമ്പ്രദായം പാടില്ല എന്നുള്ളതാണ് എൻ്റെ വിശേഷം. ഇവിടുന്ന് പോകാൻ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ആ മാർഗത്തിന് ഞങ്ങളിപ്പം കാണുന്നത് വലത്ത് ഭാഗത്ത്
പിന്നെ ഈ റോഡ് വീതി കൂട്ടാൻ വെച്ച ഒരു 15 അടി സ്ഥലമുണ്ട്. അതിൻ്റെ അകത്ത് 10 അടി സ്ഥലത്തെ റോഡ് വരുന്നത്. ഇവിടെ നിന്ന് തുടങ്ങിയ ആംബുലൻസ് സർവീസ് അത് ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കും, ഇവിടെ തന്നെ വെച്ച് അവസാനിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഏകദേശം 76 വയസ്സായി, ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനില്ല. ഇതിൻ്റെ കാലാവധി തീരുന്നവരെ ഞാനിവിടെ ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിൻ്റെ തീർപ്പ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, ഇവിടുത്തെ ആംബുലൻസ് അല്ലാതെ മറ്റു വാഹനങ്ങളിൽ ഒന്നും നോക്കിയിട്ടില്ല. അപ്പം മാത്രമല്ല, ഇവിടുത്തെ അധികാരികൾ ആംബുലൻസിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. എങ്കിലും നമ്മൾ അധികാരികൾക്ക് വേണ്ടി പലതും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റൽ സേവനം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം മറ്റൊരു ഹോട്ടലിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ മാറ്റുന്നതെങ്കിൽ ഇവിടെ നിരാഹാരം കിടക്കാൻ വരെ ഞാൻ തയ്യാറാവും. തളാപ്പിൽ AKG ആശുപത്രി തുടങ്ങിയ കാലം മുതൽ ഇവിടെ ആംബുലൻസ് സർവീസുമുണ്ട്. പതിറ്റാണ്ടുകളായി തുടരുന്ന ഈ രീതി പെട്ടെന്ന് അവസാനിപ്പിക്കാൻ അധികൃതർ എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നു എന്ന ചോദ്യമാണ് ആംബുലൻസ് ഡ്രൈവർമാർ ഉയർത്തുന്നത്. തങ്ങൾ എങ്ങോട്ട് പോകും എന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. ബദൽ സംവിധാനങ്ങളൊന്നും ഒരുക്കാതെ പെട്ടെന്ന് ഇവിടെ നിന്നും ആംബുലൻസ് എടുത്തു മാറ്റണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് നടപ്പാക്കാൻ കഴിയുക എന്നും ആംബുലൻസ് ഡ്രൈവർമാർ ചോദിക്കുന്നുണ്ട്. കണ്ണൂർ കോർപ്പറേഷനോടാണ് അവരുടെ ചോദ്യം. തങ്ങൾക്ക് ബദൽ മാർഗമെന്ത്? അതിന് ഉത്തരം അവർ നൽകിയേ തീരൂ എന്നാണ് ആംബുലൻസ് ഡ്രൈവർമാർ പറയുന്നത്. നേരത്തെ ഈ റോഡ് 1 വേ ആയിരുന്നു. അത് 2 വേ ആക്കിയതോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനം പോകുന്ന സംവിധാനത്തിലേക്ക് വന്നതോടുകൂടിയാണ് ഇവിടെ ഗതാഗത കുരുക്ക് ഉണ്ടാകുന്നത് എന്നാണ് അവർ പറയുന്നത്. ആ പ്രശ്നത്തിനൊക്കെ തന്നെ പരിഹാരം കണ്ടെത്തി ഇവിടെ ആംബുലൻസിന് വേണ്ടിയുള്ള ഒരിടം കണ്ടെത്താനുള്ള നടപടിയാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇക്കാര്യത്തിൽ കണ്ണൂർ കോർപ്പറേഷനാണ് തീരുമാനമെടുക്കേണ്ടതെന്നും ആംബുലൻസ് ഡ്രൈവർമാർ പറയുന്നുണ്ട്. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി എടുത്ത ആ തീരുമാനം ഇനി റദ്ദാക്കാൻ കഴിയുമോ? ഇതാണ് ഈ ആംബുലൻസ് ഡ്രൈവർമാരുടെ ചോദ്യം. അവർക്ക് മറ്റൊരു സംവിധാനം ഏർപ്പെടുത്തി കൊടുത്താൽ അവർ അങ്ങോട്ട് മാറാനും തയ്യാറാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് ഡ്രൈവർമാർ നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.